الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد സൂറത്തുൽ ബഖറയിൽ കഴിഞ്ഞ ദർസിൽ നമ്മൾ പഠിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അവൻ ചെയ്ത നിഅമത്തുകൾ എടുത്തു പറയാണ് ചെയ്തത്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും ثم يميتكم ثم يحييكم ثم ഇലൈഹി തുർജഊൻ. നിങ്ങൾ അല്ലാഹു ഇല്ലാതെ ഇരുന്ന ഒരവസ്ഥയിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ മരിപ്പിച്ചു, പിന്നീട് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അല്ലാഹുവിലേക്കാണ് നിങ്ങൾ മടങ്ങുന്നത്. هو الذي خلق لكم ما في الأرض جميعا ثم استوى إلى السماء فسواهن 7 سماوات وهو بكل شيء عليم. അവനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ആകാശങ്ങളെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾക്ക് വേണ്ടി അവനാണ് ഒരുക്കി തന്നത്. ഇതൊക്കെ മനുഷ്യർക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളാണ്. ഭൂമിയെ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്നു. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയെ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഭൂമിയിൽ മനുഷ്യരുടെ ആരംഭം എങ്ങനെയാണ് ഉണ്ടായത് എന്ന കാര്യമാണ് അടുത്ത ആയത്തിൽ വിവരിക്കുന്നത്. അതിൻ്റെ ക്രമം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ പഠിച്ച് നിങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയില്ല, നിങ്ങളെ പഠിച്ചതാണ്, പിന്നെ നിങ്ങൾ മരിപ്പിക്കുന്നു, നിങ്ങളെ ജീവിപ്പിക്കുന്നു, ഭൂമി നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു. അപ്പോൾ ഈ ഭൂമിയിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഭൂമി നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു എന്ന് അള്ളാഹു പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ ഭൂമിയിലേക്ക് എത്തിപ്പെട്ടത്? ഇതിൻ്റെ ആരംഭം എന്താണ്? അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിവരിക്കുന്നത്. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. وإذ എന്ന വാക്ക് ഉദ്കുർ എന്ന അർത്ഥത്തിലാണ്. ഇന്ന് ആയപ്പോൾ, ഇന്ന സന്ദർഭത്തിൽ, ഇങ്ങനെ ചെയ്തപ്പോൾ, ഇത് കാല പറഞ്ഞപ്പോൾ. പക്ഷെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതായിക്കണം ഇത് എന്ന് ഖുർആനിൽ എവിടെ വന്നോ അതിൻ്റെ ഉദ്ദേശം ഉദ്കുർ എന്നാണ്. നീ സ്മരിക്കുക, പറഞ്ഞു കൊടുക്കുക, നബിയെ ഈ കാര്യം വിവരിച്ചു കൊടുക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇത് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഖുർആൻ പലയിടത്തും വന്ന വാക്കാണിത്. വഇദ് جعلنا البيت مثابة للناس وإذ قال ربك للملائكة وإذ എന്ന് തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം ഉദ്കുർ എന്നാണ്. അതായത് ഇങ്ങനെ ചെയ്ത ആ സന്ദർഭം എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. ഇത് എന്ന് പറഞ്ഞാൽ ഇത് ഫഅൽ, ഇങ്ങനെ ചെയ്തപ്പോൾ. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്കുർ ഇദ് ഖാല റബ്ബുക, എൻ്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം നബിയെ സ്മരിക്കുക, അത് പറഞ്ഞു കൊടുക്കുക, അത് വിവരിച്ചു കൊടുക്കുക. അതാണ് ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കാല പറഞ്ഞപ്പോൾ, അള്ളാഹു പറഞ്ഞ സന്ദർഭം നബിയെ സ്മരിക്കുക, അത് വിവരിച്ചു കൊടുക്കുക. ഇത് കാല റബ്ബുക, റബ്ബുക താങ്കളുടെ റബ്ബ്. അപ്പോൾ ഈ ആയത്ത് ഇത് ഖാല റബ്ബുക എന്ന് പറഞ്ഞതോടുകൂടി എന്ത് മനസ്സിലായി? ഈ ആയത്തിലെ മുഖാത്തബ്, അഭിസംബോധകൻ ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തോടാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് റബ്ബുക എന്ന് പറഞ്ഞത്. ഇത് ഖാല റബ്ബുക, നബിയെ അങ്ങയുടെ റബ്ബ് പറഞ്ഞ സന്ദർഭം. ഇത് ഖാല റബ്ബുക ലിൽ മലായികതി, ആരോടാണ് അള്ളാഹു പറഞ്ഞത്? ലിൽ മലായിക, മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. മലായിക ജംഉ മലക്, മലക്ക് എന്നതിൻ്റെ ബഹുവചനമാണ് മലായിക എന്ന പദം. മലക്ക് എന്ന പദം എന്തിൽ നിന്നാണ് വന്നത്? ചിലർ പറഞ്ഞു മലക്ക് എന്നത് റിസാല, അലൂക്ക എന്ന വാക്കിൽ നിന്നാണ്. സന്ദേശം എത്തിക്കുന്നവർ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സന്ദേശം എത്തിക്കുന്നവരാണ് മലക്കുകൾ. അപ്പോൾ അതിൽ നിന്നാണ് മലക്ക് എന്ന പദം വന്നത്. വേറെ ചിലർ പറഞ്ഞു ഖുവത്ത് എന്ന വാക്കിൽ നിന്നാണ്, ശക്തിയിൽ നിന്നാണ്. മലക്കുകൾ ശക്തിയുള്ളവരാണ്. രണ്ടിനും ഖുർആനിൽ സൂചനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ദു ഖുവത്തിൻ ഇൻദ ദി ഖുവത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ, ദി ഖുവ ശക്തിയുള്ളവൻ എന്ന് മലക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ, അള്ളാഹു മലക്കുകളിൽ നിന്ന് റസൂലുകളെ തിരഞ്ഞെടുക്കും. മലക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് റസൂൽ,
ഒന്ന് ദൂഖുവ, ഒന്ന് ദൂതൻ, മറ്റൊന്ന് ശക്തിയുള്ളവൻ. ഇത് രണ്ടും മലക്കുകളുടെ കാര്യത്തിൽ ശരിയാണ്. അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിക്കുന്നവരാണ് മലക്കുകൾ. അള്ളാഹുവിൻ്റെ ശക്തിയുള്ള, വലിയ ശക്തിയുള്ള സൃഷ്ടികളാണവർ. ഇത് ഖാല റബ്ബുക ലിൽ മലായിക, അള്ളാഹു മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്താണ്? അള്ളാഹു പറഞ്ഞത് ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഇന്നി ഇന്നി അല്ല, ഇന്നി തീർച്ചയായും ഞാൻ. ഇന്നി ഇന്നാന്ന് പറഞ്ഞാലോ തീർച്ചയായും ഞങ്ങൾ. ഇന്നക്ക എന്ന് പറഞ്ഞാലോ നീ. ഇന്നി തീർച്ചയായും ഞാൻ. ഇന്നി ജാഇലുൻ ഏത് ഫിഅലിന് വന്ന വാക്കാത്? ജഅലിൽ എന്ന് വന്നാണ്. എന്താ ജഅലിൻ്റെ അർത്ഥം? ആക്കുന്നതാണ്. ഇന്നി ജാഇലുൻ ഞാൻ ആക്കുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്നതാണ്. ചിലർ പറഞ്ഞു ഇന്നി ജാഇലുൻ, മുഫസ്സിരികൾ ചില തഫ്സീറിൽ കാണാം ഇന്നി ജാഇലുൻ ഇന്നി ഖാലിഖുൻ ഞാൻ സൃഷ്ടിക്കുന്നതാണ്. ഇന്നി ജാഇലുൻ ഞാൻ ആക്കുന്നതാണ്. ഇന്നി ജാഇലുൻ ഫിൽ അർദി, ഫിൽ അർദി ഫിൽ അർദ് ഭൂമിയിൽ, അല്ലേ? ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആക്കുന്നതാണ്. നിങ്ങൾക്ക് അർത്ഥം കിട്ടുന്നുണ്ട്. ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫതൻ. അള്ളാഹു പറയാൻ മലക്കളോട് എന്ത് പറഞ്ഞു? ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കുകയാണ്. എന്താ ഖലീഫയുടെ അർത്ഥം? ഇൻഷാ അല്ലാഹ് നമുക്ക് തഫ്സീർ വായിക്കുമ്പോൾ പറയാം. ഖാലു അവർ പറഞ്ഞു. ആര് പറഞ്ഞു? അല്ലേ, ഖാലു അതേതാ? ഫഅലു എന്നുള്ള രൂപത്തിലാണ്. ഖാലു ഐ ഖാൽ മലായിക, മലക്കുകൾ അവർ പറഞ്ഞു. ഖാലു അതജ്അലു, അതജ്അലു ഈ വാക്ക് നമ്മൾ മുന്നെടുത്തിട്ടുണ്ട്. അതജ്അലു ഹാദാ കിതാബുൻ, അല്ലെങ്കിൽ ഹാദാ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കിതാബാണ്, ക്വസ്റ്റ്യൻ മാർക്ക്, ചോദ്യമാണ്, ഇസ്തിഫാമിന് വേണ്ടിയാണത്. അതജ്അലു, തജ്അൽ ഏതാ? ഫഅല് മുദാരിഅൻ. എന്താ അതിൻ്റെ ഉദ്ദേശം? ജഅല യജ്അലു തജ്അലു, നീ ആക്കുക, അല്ലേ? അതജ്അലു നീ ആക്കുകയാണോ? ഖാലു അവർ പറഞ്ഞു അതജ്അലു നീ ആക്കുകയാണ്. ആരാണ് അവർ? നീ എന്നുള്ളതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അതജ്അലു അല്ലാഹുവെ നീ ആക്കുകയാണോ? അതജ്അലു ഫീഹ ഫിൽ അർദ്, അഹ്സൻത, ഫിൽ അർദ്. അതജ്അലു ഫീഹ നീ എവിടെ ആക്കുകയാണ്? ഭൂമിയിൽ ആക്കുകയാണോ? മൻ ഒരാളെ. ആ ഒരാളുടെ സ്വഭാവം എന്താണ്? യുഫ്സിദു കുഴപ്പമുണ്ടാക്കുന്നത്. ഈ ആയത്ത് ഈ വാക്ക് മുന്നേ വന്നിട്ടുണ്ട്. ഇത് എൻ്റെ എവിടെ ആയത്ത്? അല്ല, അതിൻ്റെ തൊട്ട് മുന്നേ വന്നിട്ട് 2 തവണ വന്നിട്ടുണ്ട് ഈ വാക്ക്. ഫഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ. വേറെ സ്ഥലത്തോട്ട് വന്നു. വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ അല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയുഫ്സിദൂന. നോക്കൂ, ഇത് 2 സ്ഥലത്തായി മുനാഫിക്കുകളെ കുറിച്ച് അത് ആദ്യത്തിൽ പറഞ്ഞു. പിന്നെ ഫാസിഖീങ്ങൾ അവരുടെ അടയാളമാണ് ഫസാദ് എന്ന് പറഞ്ഞു. ഇവിടെ മനുഷ്യരുടെ സ്വഭാവം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് മനുഷ്യരെ പടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ച ചോദ്യം എന്താ? അതജ്അലു ഫീഹ മൻ യുഫ്സിദു ഫിൽ അർദ്. നോക്കൂ, ഒരേ കാര്യമാണ് 3 തവണ ആവർത്തിക്കപ്പെട്ടത്. ഈ 3ഉം നല്ല ബന്ധമുണ്ട് പരസ്പരം. മുനാഫിക്കുകളുടെ സ്വഭാവം അതാണ്. അള്ളാഹ് ഫാസിഖീങ്ങളെ പറ്റി പറഞ്ഞ അതാണ്. മലക്കുകളെ പടച്ചപ്പോൾ മലക്കുകളോട് മനുഷ്യരെ പടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരാദ്യം പറഞ്ഞ കാര്യം ഇവർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുമെന്ന്. അതജ്അലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫിക്കുദ്ദിമ. സഫക ചിന്ത, സഫ്കുദ്ദിമ രക്തം ചിന്ത, അതായത് ജീവൻ കൊലപാതകം, അതാണ് സഫ്കുദ്ദിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രക്തം ചിന്തുന്നവരാണ്. അതജ്അലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫിക്കുദ്ദിമ. അല്ലായത് നീ അള്ളാഹുവെ അവിടെ നീ നിശ്ചയിക്കുകയാണോ? മൻ യുഫ്സിദു ഫീഹ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ, വയസ്ഫിക്കുദ്ദിമ ദിമ രക്തം ചിന്തുന്നവരെ അള്ളാഹുവെ നീ അവിടെ നിശ്ചയിക്കുകയാണോ? അപ്പോൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമാണ് രക്തം ചിന്തൽ. പിന്നെ എന്തുകൊണ്ടാണ് ഇത് 2 ആവർത്തിച്ചു പറഞ്ഞത്?
എന്തിനാ ഇത് പറഞ്ഞത് വീണ്ടും? അറബിയിൽ പറയാറുണ്ട് തഖ്സീസുൻ ബഅദ തഅമീം. ഒരു കാര്യം മൊത്തത്തിൽ പറഞ്ഞതിന് ശേഷം അതിൻ്റെ ഉദാഹരണമായി ഒരു കാര്യം പറയാം. നീ വീട്ടിൽ എന്നെ ഒറ്റക്കാക്കിയാൽ വീടൊന്നാകെ വൃത്തികേടാക്കും, ഈ റൂമിൽ കാർപ്പറ്റൊക്കെ മോശമാക്കും. ആദ്യം പറഞ്ഞത് തമീമാണ്, വീടൊന്നാകെ വൃത്തികേടാക്കും. രണ്ടാമത് പറഞ്ഞ തഖ്സീസാണ്, ഒരു ഉദാഹരണം പോലെ. അത് ഖുർആനിൽ പലയിടത്തുള്ളതാണ്. മുന്നേ നമ്മൾ പറഞ്ഞു അല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, ഈമാനിൽ പെട്ടതാണ് അമലുസ് സാലിഹാത്ത്. ഈമാൻ തമീമാണ്, ആമ്മ വാക്കാൻ. അമലുസ് സാലിഹാത്ത് ഖാസാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഉസൂൽ ഫഖ്ഹിൽ പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുവാണ്. ഇത് ഖുർആനിൽ പലയിടത്ത് ശൈലിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെ മൻ കാന അദുവ്വൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ശത്രുവാണെങ്കിൽ, മലക്കുകളുടെ ശത്രുവാണെങ്കിൽ, അവൻ്റെ ദൂതന്മാരുടെ ശത്രുവാണെങ്കിൽ, ജിബ്രീലിൻ്റെയും മീക്കായിലിൻ്റെ ശത്രുവാണെങ്കിൽ, മലക്കുകളുടെ ശത്രു എന്ന് പറഞ്ഞതോടുകൂടി ജിബ്രീൽ മീക്കായിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതെന്തിനു വേണ്ടിയാണ് കൊണ്ട് പറയുന്നത്? പ്രത്യേക ഊന്നി പറയാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും അവിടെ പറയാൻ. ഇവിടെ ചിലർ പറഞ്ഞു അല്ലാഹു അലം, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളതിൽ മലക്കുകൾ ഏറ്റവും ഗുരുതരമായി കണ്ട കാര്യം സഫ്കുദ്ദിമാണ്, രക്തം ചിന്ത എന്നുള്ളതാണ്. മനുഷ്യരുടെ രക്തം ചിന്തലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ധാരാളം ഇത് വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞേക്കണം, ഒരാളുടെ ദീൻ സുരക്ഷിതമാണ് ഏതുവരെ? അന്യായമായൊരു രക്തത്തിൽ കൈ പുരളുന്നത് വരെ. അതുവരെ അയാൾ സമാധാനത്തില്ല, പരലോകത്തെത്തുമ്പോൾ പേടിക്കേണ്ടതില്ല. അന്യായമായി ഒരാളുടെ രക്തം കയ്യിൽ പറ്റുന്നത് വരെ അയാൾ സുരക്ഷിതനാണ് പരലോകത്ത്. ഹദീസിൽ ധാരാളം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. കരാറിലേർപ്പെട്ട ഒരു കാഫിറായ ഒരു മനുഷ്യനെ ഒരാൾ വധിച്ചാൽ സ്വർഗത്തിൻ്റെ സുഗന്ധം ആസ്വദിക്കുന്നതല്ല. ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഖ്ദാ ബൈനൽ ഖൽഖി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ആദ്യമായി വിധി നടപ്പിലാക്കപ്പെടുന്ന വിഷയം ഏത് കാര്യത്തിലായിരിക്കും? രക്തം ചിന്തുന്ന കാര്യത്തിൽ. ഇങ്ങനെ ധാരാളമായിട്ട് ഹദീസുകൾ വന്നിട്ടുണ്ട് രക്തം ചിന്തുന്ന വിഷയത്തിൽ, ഒരാളുടെ ജീവൻ എടുക്കുക എന്നുള്ളത്. മലക്കുകൾ പറഞ്ഞു, അള്ളാഹുവെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, അവിടെ രക്തം ചിന്തുന്ന ആളുകളെയാണോ നീ അവിടെ നിശ്ചയിക്കുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക്. അള്ളാഹു, നിന്നെ ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരെയാണ് നീ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. വനഹ്നു, ഞങ്ങൾ, നഹ്നു നുസബ്ബിഹ്, തസ്ബീഹ് ചൊല്ലുന്നു, ബിഹംദിക, നിൻ്റെ ഹംദ് പറയുന്നതിനോടൊപ്പം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അതാണ് ഈ തസ്ബീഹ് ബിഹംദിഹി എന്ന് പറഞ്ഞത്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅ്ലാ, അത് തസ്ബീഹാൻ. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك. لا, ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തിനുള്ള സൂചനയായിരുന്നു? മരണം എടുത്തിട്ടുള്ള സൂചനയായിരുന്നു. അപ്പോൾ ഈ ആയത്ത് അവതരിച്ചപ്പോൾ അവിടുന്ന് സുജൂദിലും റുക്കൂഇലും ദുആ വർദ്ധിപ്പിച്ചു. എന്താ അവിടുന്ന് പ്രാർത്ഥിച്ചത്? സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന ബിഹംദിക അല്ലാഹുമ്മഗ്ഫിർ. അതാ അതേ കാര്യമാണിത്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കുകൾ പെട്ടതാണത്. വനഹ്നു നുസബ്ബിഹു ബിഹംദിക, അള്ളാഹുവെ, ഞങ്ങൾ നിനക്ക് തസ്ബീഹ് നൽകുന്നു, ചൊല്ലുന്നു. എങ്ങനെ? ബിഹംദിക, നിൻ്റെ ഹംദിനോടൊപ്പം. ഞങ്ങൾ തസ്ബീഹും ചെയ്യുന്നുണ്ട്, ഹംദും ചെയ്യുന്നുണ്ട്. രണ്ടും ഒരുമിച്ചാണ്. അതിനാണ് തസ്ബീഹ്. ഇൻഷാ അല്ലാഹ് എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞത് തഫ്സീറിൽ വരും. വനുഖദ്ദിസു ലക, വനുഖദ്ദിസു ലക, ഞങ്ങൾ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം നമുക്ക് പിന്നീട് പറയാം. ഖാലമൻ, ഖാല അല്ലാഹ്, അള്ളാഹു പറഞ്ഞു, ഇന്നി അഅലമു, തീർച്ചയായും ഞാൻ, അഅലമു, അറിയുന്നു. ഏതാ ഫിഅല്? മാദി ഏതാ അതിൻ്റെ? അലിമ. അലിമ, അഅലമു, അഅലമു, ഞാൻ അറിയുന്നു. ഭാര്യയല്ലത്? ഇന്നി അഅലമു മാ, ഒരു കാര്യം, ഞാൻ അറിയുന്ന ഒരു കാര്യം. എന്തൊരു കാര്യം? ലാ തഅലമൂന,
നിങ്ങൾക്ക് അറിയാത്ത ഏതൊരു കാര്യം ഉണ്ടോ അത് ഞാൻ അറിയും. നിങ്ങൾക്കറിയാത്തത് എനിക്ക് അറിയാം. എന്തിനാണ് ഇവരെ പടക്കുന്നത്, എന്തിനാണ് ഇവരെ ഇവിടെ നിശ്ചയിക്കുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല, അതെനിക്കറിയാം. ഏതതിൻ്റെ തഫ്സീറിൽ പറഞ്ഞത് വദ്കുർ പറയുക അല്ലെങ്കിൽ സ്മരിക്കുക, അയ്യുഹ റസൂലു നബിയെ, അയ്യുഹ റസൂലു ലിന്നാസ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക നബിയെ, ഹീന ഖാല റബ്ബുക ലിൽ മലായിക എൻ്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അവരോട് വിവരിച്ചു കൊടുക്കുക. ഇവിടെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അല്ലാഹു ഖുർആൻ പറഞ്ഞു വലഖദ് കറംന ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ. നാം ആദമിൻ്റെ സന്തതികളെ ആദരിച്ചിട്ടുണ്ട്. ഇത് ഈ ആയത്ത് ശരിക്ക് ആദം സന്തതികളോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളുടെ സൃഷ്ടിപ്പ് ഒരു സാധാരണ ഒരു കാര്യമായിരുന്നില്ല, മറിച്ച് നിങ്ങളെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഞാൻ മലക്കുകളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ വലിയൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖാലിഖുൽ ഖൽഖ് റബ്ബുൽ അർശിൽ അദീം. അള്ളാഹ് പറയാം, ഞാൻ നിങ്ങളെ പടക്കുന്നതിന് മുൻപ് നിങ്ങളെക്കുറിച്ച് ആരോട് പറഞ്ഞിട്ടുണ്ട്, മലക്കുകളോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യരോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ വെറുതെ പടക്കപ്പെട്ടവരല്ല. ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റ് സൃഷ്ടികൾക്ക് മുൻപിൽ നിങ്ങളുടെ ആദരവ് ഞാൻ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം അതുകൊണ്ട് ചില സ്ഥലത്ത് പറഞ്ഞേക്കണം, ഇത് ഇത്തരം ആയത്തുകൾ യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് എന്താണ്? അള്ളാഹു പറയാൻ, ഞാനിത് മലക്കുകളോട് ഇങ്ങനെ പറഞ്ഞു, എന്നിട്ടാണ് നിങ്ങളെ പഠിച്ചത്. അവരെ കൊണ്ട് നിങ്ങളുടെ പിതാവിന് സുജൂദ് ചെയ്യിപ്പിച്ചു. നിങ്ങളുടെ പിതാവിന് സുജൂദ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഞാൻ പിശാചിനെ എൻ്റെ ശത്രുവാക്കി. എന്നിട്ട് ആദമിൻ്റെ മക്കളെ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എന്നെ അനുസരിക്കാതിരിക്കുകയും പിശാചിനെ നിങ്ങളുടെ കൂട്ടാളിയായി സ്വീകരിക്കുകയും ചെയ്യരുത്. അത് അങ്ങനത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ ഇത് ഖുർആൻ പലയിടത്തുണ്ട്, ആദനബിൻ്റെ പടപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓർക്കേണ്ട കാര്യമാണ്. സൂറത്തുൽ കഹ്ഫിലൊക്കെ അള്ളാഹു പറഞ്ഞതുപോലെ വലാ തത്തഖിദു നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പിശാചിനെ വലിയായി സ്വീകരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ആയത്തുകളിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖൗമൻ യഖ്ലുഫു ബഅദുഹും ബഅദൻ ലിഇമാറതിഹാ. ഞാൻ ഇന്നി ജാഇലുൻ ഫിൽ അർദ്, ഞാൻ ഭൂമിയിൽ നിശ്ചയിക്കുന്നതാണ്. ഖൗമൻ, ഇത് ഖലീഫ എന്നതിൻ്റെ അർത്ഥമാണ് ഇനി പറയുന്നത്. ഖലീഫ എന്ന പദത്തിന് പല വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു വിശദീകരണം അവർ പറഞ്ഞു, ഖലീഫ എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ മുൻഗാമികൾക്ക് എന്താ പറയുക, സലഫ്. പിൻഗാമികൾക്ക് എന്താ പറയുക, ഖലഫ് എന്ന് പറയും. സലഫ് വ ഖലഫ്. സലഫ് എന്ന് പറഞ്ഞാൽ മുന്നേ പോയവർ, ഖലഫ് എന്ന് പറഞ്ഞാൽ അവരുടെ പിറകെ വന്നവർ. മനുഷ്യർ എന്ന ഈ വിഭാഗം അവരുടെ സ്വഭാവം എന്താണ്? അവർ ഖലീഫയാണ്, അതായത് മഖ്ലൂഫാണ്. ചില അങ്ങനെയാണ് വിശദീകരിച്ചത്. മഖ്ലൂഫ് മഫ്ഊൽ രൂപത്തിലാണ്. അതായത് ആദം നബിയെ പടച്ചാൽ അദ്ദേഹം ഇവിടെ കാലാകാലമാണോ? അല്ല, അദ്ദേഹം മരിക്കും. അദ്ദേഹത്തെ പിന്തുടരുന്ന ഒരു തലമുറ വരും. അവർ കാലാകാലം ഇവിടെ ഉണ്ടാവോ? ഇല്ല, അവരെ പിന്തുടരുന്ന മറ്റൊരു തലമുറ വരും. ഇങ്ങനെ തലമുറകൾ യഖ്ലുഫു ബഅദുഹും ബഅദൻ, ആദ്യത്തെ തലമുറയെ അവർക്ക് ശേഷം മറ്റൊരു തലമുറ, ഇങ്ങനെ വരുന്ന തലമുറകൾ കൈമാറപ്പെടുന്ന ഒരു ജനതയാണ് എന്നതുകൊണ്ടാണ് മനുഷ്യരെ പറ്റി അള്ളാഹു ഖലീഫ എന്ന് പറഞ്ഞത്. അതാണ് ഒരു തഫ്സീർ. അതാണ് വല്ലാഹു അലം. അതാണ് ഇവിടെ നമ്മുടെ ഈ കിതാബിൽ കൊടുത്ത തഫ്സീർ. അതാണ് നോക്കൂ, ഖൗം ഇന്നി ജാഇലു ഫിൽ അർദി ഖൗമൻ യഖ്ലുഫു ബഅദുഹും ബഅദൻ, അവരിൽ ചിലർ മറ്റു ചിലരെ പിന്തുടർന്നു വരുന്നതാണ്. നമ്മുടെ മുൻപുള്ളവരുടെ പിൻഗാമികളാണ്. നമ്മളിവിടെ കാലകാലം ഉണ്ടാവില്ല, നമ്മൾ പോകും, നമുക്ക് ശേഷം അടുത്ത കൗമ വരും. അപ്പോൾ അവരുടെ ഖലീഫ ആരാണ്? നമ്മളാണ്. അവരുടെ മഖ്ലൂഫ് ആരാണ്? നമ്മളാണ്. നമ്മളെ പിന്തുടർന്നുകൊണ്ടാണ് അവർ വരുന്നത്. ഇങ്ങനെ ഓരോ ജനതയും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ജനത എന്ന അർത്ഥത്തിലാണ് ഖലീഫ എന്ന് വന്നത്. ഒരു തഫ്സീർ അതാണ്.
അവിടെ തഫ്സീറിൻ്റെ അർത്ഥം മഖ്ലൂഫ് എന്നതാണ്, മഫ്ഊൽ വസ്ന്. രണ്ടാമത്തേത് ഖലീഫ, അവർ പറഞ്ഞു ഖാലിഫാണ്. ഒരു ജനതയെ ഞാൻ നിശ്ചയിക്കുന്നു, അവർ ഇവർക്ക് മുൻപുള്ളവരെ പിന്തുടരുന്നവരാണ്, അതായത് ആദം നബി അടക്കമുള്ള ആളുകൾ. അതാരാണ്? ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഭൂമിയിൽ മനുഷ്യർക്ക് മുൻപ് ജീവിച്ചിരുന്നത് മലക്കുകളാണ്, നിങ്ങൾ അവരെ പിന്തുടർന്നു വന്നവരാണ്. അല്ലെങ്കിൽ മനുഷ്യർക്ക് മുൻപ് ജീവിച്ചിരുന്നത് ജിന്നുകളാണ്, നിങ്ങൾ അവർക്ക് ശേഷം അവരെ പിന്തുടർന്ന് വരുന്ന ആളുകളാണ്. ഇതാണ് രണ്ടാമത്തെ തഫ്സീർ. പക്ഷേ അല്ലാഹു അലം, ഈ തഫ്സീറാണ് കുറച്ചുകൂടി അനുയോജ്യമായി തോന്നുന്നത്. കുറച്ചുകൂടി പ്രബലമായ തഫ്സീർ ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൽ പറഞ്ഞതുപോലെ വഹുവല്ലദീ ജഅലകും ഖലായിഫ അൽ അർദി, നിങ്ങളെ ഭൂമിയിലെ ഖലായിഫുകളാക്കിയത്, ഇങ്ങനെ പിന്തുടർന്ന് വരുന്ന ആളുകളാക്കിയത് നാമാണ്. ഖുൽ അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സ്സൂഅ വയജ്അലുകും ഖുലഫാ അൽ അർദി അഇലാഹുൻ മഅല്ലാഹ്. ജഅലുകും ഖുലഫാ അൽ അർദ്, നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കി. ഖലീഫ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇതാണ്, പിന്തുടർന്ന് വരുന്ന ആളുകൾ. ഖാലത്ത്, അപ്പോൾ ഖാലത്ത് മലായിക്കത്തുകൾ അവർ പറഞ്ഞു, യാ റബ്ബന, ഞങ്ങളുടെ റബ്ബെ, അല്ലിംന വ അർഷിദ്ന. അല്ലിംന, ഞങ്ങളെ പഠിപ്പിക്കണം. അതതിൻ്റെ മാദി അലിമല, അല്ലമ, അല്ലമ, അല്ലിംന, ഞങ്ങളെ പഠിപ്പിക്കണം. വ അർഷിദ്ന, ഞങ്ങൾക്ക് മാർഗം കാണിക്കണം, ഞങ്ങളെ ഗൈഡ് ചെയ്യണം. ഏതാതിൻ്റെ മാദി? അർഷദ. വ അർഷിദ്ന, ഞങ്ങൾക്ക് റബ്ബെ പഠിപ്പിച്ചു. എന്തിനാണ് അവിടെ പറഞ്ഞത്? അത് തഫ്സീറിലില്ല, ആയത്തിൽ നേർക്കുനേരെ ആ വാക്കില്ല. ആയത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഇല്ല. എന്തുകൊണ്ടാണ് അത് അവിടെ പറഞ്ഞത്? കാരണം ഈ ആയത്ത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. മലക്കുകൾ അള്ളാഹുവിനോട് ചോദിക്കണം, തജഅലു ഫീഹ മയുഫ്സിദു ഫീഹ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ നീ അവിടെ പടക്കുകയാണോ? ചിലർ വിചാരിച്ചേക്കാം ഈ ചോദ്യം എന്താണ്? അള്ളാഹുവിനോടുള്ള ഇഅ്തിറാദാണ്, എതിര് പറയാണ്. അതൊരിക്കലുമല്ല. മലക്കുകൾ ഒരിക്കലും എതിര് പറഞ്ഞതല്ല. കാരണം അവർ എതിര് പറയുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞതുപോലെ മലക്കുകൾ ഒരിക്കലും ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി, അള്ളാഹുവിൻ്റെ വാക്കുകൾ അവരൊരിക്കലും അള്ളാഹുവിനെ മറികടന്ന് സംസാരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ അവർ ചോദിക്കുകയില്ല. ഒരിക്കലും മലക്കുകളുടെ ഈ ചോദ്യം എന്തല്ല? ഇഅ്തിറാദല്ല. ഇഅ്തിറാദ് എന്ന് പറഞ്ഞാൽ എതിരു പറച്ചിലല്ല. മറിച്ച് അവർ പറഞ്ഞു ഇസ്തിഅലാമൻ വ ഇസ്തിർഷാദൻ, പഠിപ്പിച്ചു തരാൻ വേണ്ടി, അറിയിച്ചു തരാൻ വേണ്ടി, ശരി എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ചോദിച്ചതാണ്. മലക്കുകൾ ഒരിക്കലും എതിർപ്പ് അള്ളാഹുവിൻ്റെ മുന്നിൽ പറയുകയില്ല. അല്ലിംന വർഷിദ്ന മൽ ഹിക്മതു ഫീ ഖൽഖി ഹഉലാ, അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്തു പറഞ്ഞു? മൽ ഹിക്മ, എന്താണ് ഹിക്മത്ത്? ഫീ ഖൽഖി ഹഉലാ, ഇവരെ സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? മഅ അന്ന മിൻ ശഅനിഹിം, ഇതിനോടൊപ്പം മഅ, അവരുടെ അവസ്ഥ ഇതുപോലെയാണ്. അന്ന മിൻ ശഅനിഹിം, അവരുടെ കാര്യം ഇങ്ങനെയാണ്. അൽ ഇഫ്സാദ ഫിൽ അർദി, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക എന്നതാണ് അവരുടെ ശൈലി. വ ഇറാഖത ദിമാ, ഇറാഖ ഒഴുക്കാനാണ്. ഇറാഖത ദിമാ, രക്തമൊഴുക്കലാണ് അവരുടെ സ്വഭാവം. ളുൽമൻ വ ഉദ്വാനൻ, രക്തമൊഴുക്കൽ എങ്ങനെ? ളുൽമൻ, അതിക്രമമായിക്കൊണ്ട്. വ ഉദ്വാനൻ, പരസ്പരമുള്ള ശത്രുതയുടെയും അതുപോലെ അതിക്രമത്തിൻ്റെയും ഭാഗമായിക്കൊണ്ട്. എങ്ങനെ അവർക്കിത് മനസ്സിലായി മനുഷ്യന്മാരെ കുറിച്ച്? ചിലർ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ പടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ മലക്കുകൾക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഒരു അഭിപ്രായം അതാണ്. മറ്റൊരു അഭിപ്രായം അവർ പറഞ്ഞു, വേറെ ചില ആയത്തുകൾ വന്നതുപോലെ ഇന്നി ഖാലിഖുൻ ബശറൻ മിൻ തീൻ, ഞാൻ മണ്ണിൽ നിന്ന് മനുഷ്യനെ പടക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മണ്ണിൻ്റെ സ്വഭാവത്തിൽ നിന്ന് ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. മണ്ണ് പലതരത്തിലുണ്ട്, അതുകൊണ്ട് മലക്കുകൾ ഊഹിച്ചതായിരിക്കാം.
വേറെ ഒരു അഭിപ്രായം, ഇതിനു മുൻപ് ജിന്നുകളെ പടച്ചിട്ടുണ്ട്, അവരെ പടച്ചപ്പോൾ അവർ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമം പ്രവർത്തിച്ചിരുന്നു, ഇവരും അതുപോലെയുള്ള ഒരു ജനതയാണ് എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത്? മനുഷ്യരെക്കുറിച്ച് അവർക്ക് ഇതെങ്ങനെ മനസ്സിലായി? ഈ പറഞ്ഞ മറുപടികളൊക്കെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അലം അതിൽ കൂടുതൽ വ്യക്തത തോന്നിക്കുന്നത് മനുഷ്യരെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു ജനതയാണ് അവർ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മുൻപ് ഞാൻ പറഞ്ഞ പോലെ ഹദീസിൽ, നമ്മൾ സ്വർഗത്തിൻ്റെ നരകത്തെ ഹദീസിൽ പറഞ്ഞില്ലേ, സ്വർഗവും നരകവും പടച്ചപ്പോൾ ജിബ്രീലിന് അള്ളാഹു അത് കാണിച്ചു കൊടുത്തിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള ഷഹ്വത്തുകൾ കാണിച്ചു കൊടുത്തിരുന്നു. അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ജനതയാണ് വരാൻ പോകുന്നത്. അതാണ് മുഫസ്സിരീങ്ങളുടെ ഒരു അഭിപ്രായം. അവർക്കിത് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ രൂപത്തിലാണ്. വനഹ്നു തൗഅ അംറിക്, ഞങ്ങളാകട്ടെ, വനഹ്നു ഞങ്ങൾ, അതായത് മലക്കുകൾ, തൗഅ അംറിക്, അള്ളാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ, ഇഅ്തിയ തൗഅൻ ഔ കർഹൻ, ആകാശഭൂമികളോട് അള്ളാഹ് പറഞ്ഞു ഇഅ്തിയ തൗഅൻ, എന്താ തൗഅൻ? അനുസരണയുള്ളവരായി, ഔ കർഹൻ, അതല്ലെങ്കിൽ ഇഷ്ടമില്ലാതെ അനുസരിക്കുന്നവരായിക്കൊണ്ട്. തൗഅ എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തോടെ അനുസരിക്കുന്നവർ, കർഹൻ ഇഷ്ടമില്ലാതെ അനുസരിക്കുന്നവർ. മലക്കുകൾ പറഞ്ഞു നഹ്നു തൗഅ അംറിക്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അങ്ങേയറ്റം ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നവരാണ് ഞങ്ങളിവിടെ ഉണ്ട്, ഒരു കാര്യവും ധിക്കരിക്കാതെ. നിന്നെ ധിക്കരിക്കുന്ന ഒരു ജനത എന്തിനാണ് അള്ളാഹു നീ പടക്കുന്നത്? നുനസ്സിഹുക തൻസീഹൽ ലായിഖ ബിഹംദിക വജലാലിക, അതാണ് വനുസബ്ബിഹു ബിഹംദിക എന്നതിൻ്റെ തഫ്സീറാണത്. വനുസബ്ബിഹു, നുനസ്സിഹുക, നിന്നെ ഞങ്ങൾ പരിശുദ്ധപ്പെടുത്തുന്നു. വനുനസ്സിഹുക തൻസീഹൽ ലായിഖ, നിനക്ക് യോജിച്ച വിധത്തിലുള്ള പരിശുദ്ധപ്പെടുത്തൽ, എന്ന് ഞങ്ങൾ നിനക്ക് യോജിച്ച വിധത്തിൽ പരിശുദ്ധം. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലേ, സബ്ബിഹുക എന്നല്ലേ പറഞ്ഞത്? നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ സുബ്ഹാനല്ലാഹ് എന്നുള്ളതിൻ്റെ അർത്ഥം? അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്താൻ അല്ലേ? അള്ളാഹുവിനെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവെ ഞാൻ നിന്നെ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ്, എല്ലാ ന്യൂനതകളും എല്ലാ കുറവുകളും. ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു 3 കാര്യങ്ങളിൽ നിന്നാണ് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നത്. 3 കാര്യങ്ങൾ. ഒന്ന് അന്നഖ്സ്, കുറവുകളിൽ നിന്ന് അള്ളാഹുവിനെ സുബ്ഹാനഹു തആല, ഉദാഹരണം സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അവർ ഷിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. അവർ പറയുന്നു ഇതൊക്കെ അള്ളാഹുവിൻ്റെ പങ്കാളികളാണ്. നമ്മൾ പറയുന്നു ഇല്ല, അള്ളാഹുവിന് ഇങ്ങനെ പങ്കാളികൾ ഉണ്ടാവുക എന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ അവർ പറഞ്ഞു നസ്രാനികൾ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള മറുപടിയിൽ എന്താണ്? സുബ്ഹാനല്ലാഹ് എന്നാണുള്ളത്. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ, അവർ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. ഒരു സന്താനമുണ്ടാവുക എന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്. അപ്പോൾ കുറവുകൾ, ഉദാഹരണത്തിന് ഉറക്കം, ക്ഷീണം, മറവി, അജ്ഞത, അശക്തി, കഴിവുകേട്, ഇങ്ങനെയുള്ള ന്യൂനതയുടെ വിശേഷണങ്ങളൊന്നും അള്ളാഹുവിനില്ല. അതാണ് നഖ്സിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. മനസ്സിലായി പറഞ്ഞത്? ഒക്കെ വരേണ്ട ആർക്കെങ്കിലും ഇല്ല. അതാണ് ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞതൊക്കെ ന്യൂനതകളാണ്. ഉറക്കം നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഈ യഹൂദർ അവരുടെ വേദഗ്രന്ഥങ്ങൾ തുറന്നു നോക്കിയാൽ സൃഷ്ടിപ്പിൻ്റെ തുടക്കം പറയുമ്പോൾ എന്താ പറയുന്നത്? കർത്താവ് അങ്ങനെ ആകാശഭൂമികളെ പടച്ചിട്ട് എന്ത് ചെയ്തു? ശനിയാഴ്ച ദിവസം വിശ്രമിച്ചു എന്നാണ്. ക്ഷീണം ബാധിച്ചിട്ട് വിശ്രമിച്ചു എന്നാണ്. താബുണ്ടായിരുന്നു. അള്ളാഹു പറയണം ഒമാ മസ്സന അല്ലൂബ്, നമുക്ക് യാതൊരു ക്ഷീണവും ബാധിച്ചിട്ടില്ല. ആയത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു വലാ യഊദുഹു ഹിഫ്ദുഹുമാ, ഇവയെ സംരക്ഷിച്ചു നിർത്തുക എന്നത് അവന് പ്രയാസമുള്ള കാര്യമല്ല, ഒരു പ്രയാസം ഉണ്ടാക്കില്ല. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം,
ഇതാണ് തസ്ബീഹിൻ്റെ ഒന്നാമത്തെ അർത്ഥം. അതായത് കുറവുകളിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. എനിക്കോർക്ക് വരുന്നില്ല. രണ്ട്, അപ്പോൾ ന്യൂനതകളുടെ വിശേഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. മനസ്സിലായില്ലേ? രണ്ട്, അള്ളാഹു സുബ്ഹാനഹു അന്നഖ്സു ഫിൽ കമാൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിൽ പൂർണ്ണത ഉണ്ടാവാതിരിക്കുക എന്നതിൽ നിന്ന് അവനെ പരിശുദ്ധപ്പെടുത്തുക. ഉദാഹരണത്തിന് അള്ളാഹ് റഹ്മത്തുണ്ട്. റഹ്മത്ത് എങ്ങനെയുള്ളതാണ്? പരിപൂർണമാണ്. അവൻ ഉള്ള വിശേഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൊരു കുറവുണ്ടാകുന്നതിൽ നിന്ന് പരിശുദ്ധപ്പെടുത്തുക. നേരത്തെ പറഞ്ഞതോ? നേരത്തെ പറഞ്ഞ വിശേഷണം തന്നെ ഇല്ല. ഉറക്കം, ക്ഷീണം, അതിക്രമം, അശക്തി, ആ വിശേഷണമേ അള്ളാഹുവിനില്ല. ഇപ്പോൾ പറഞ്ഞതോ അന്നഖ്സു ഫിൽ കമാൽ, അള്ളാഹുവിന് ഉള്ള വിശേഷണങ്ങൾ അവയിൽ കുറവുണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. അതായത് റഹ്മത്ത്, ഖുദ്റത്ത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹ സമീഅ, അള്ളാഹ് കേൾക്കുന്നു, എല്ലാം കേൾക്കുന്നു, അൽ ബസീർ, എല്ലാം കാണുന്നു, അലീമുൻ ബികുല്ലി ഷൈ, എല്ലാം അറിയുന്നു, ഖദീറുൻ അലാ കുല്ലി ഷൈ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അവനുള്ള വിശേഷണങ്ങൾ, അതിൽ കുറവുണ്ടാകുന്നതിൽ നിന്ന് അവനെ പരിശുദ്ധപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, ഞാൻ തസ്ബീഹ് അദ്ദേഹം പറഞ്ഞേക്കണം, സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുക എന്നത് ആവശ്യമാണ്. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ് നീ ചെയ്യുന്നത്. പരിശുദ്ധപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ അർത്ഥം. മൂന്ന്, മുമാസലത്തുൽ മഖ്ലൂഖീൻ, ഈ പറഞ്ഞ വിശേഷണങ്ങളിൽ അവൻ സൃഷ്ടികളോട് സദൃശ്യനല്ല എന്ന് അവനെ പരിശുദ്ധപ്പെടുത്തണം. അള്ളാഹുവിന് കാരുണ്യമുണ്ട്, ശരി, ആ കാരുണ്യം എന്തല്ല? സൃഷ്ടികളുടെ ഇതുപോലുള്ളതല്ല. കേൾക്കുന്നതാണ്, സൃഷ്ടികൾ കേൾക്കുന്ന പോലെ, സംസാരിക്കുന്നതാണ്, സൃഷ്ടികൾ സംസാരിക്കുന്ന പോലെ അല്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, അവനെപ്പോലെ യാതൊന്നും തന്നെ ഇല്ല. ഇതാണ് സുബ്ഹാനല്ലാഹ് എന്നതിൻ്റെ അർത്ഥം. വനഹ്നു നുസബ്ബിഹു ബിഹംദിക്, അല്ലാഹുവെ നിന്നെ ഞങ്ങൾ പരിശുദ്ധപ്പെടുത്തുന്നു. കഴിഞ്ഞോ? ഇല്ല. സബ്ബിഹു ബിഹംദിക, ഹംദോടുകൂടിയാണ് പരിശുദ്ധപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ മഅന ശരിക്കും ശ്രദ്ധിക്കണം. മനസ്സിലാവും സുബ്ഹാനല്ലാഹ് ബിഹംദി എന്ന വാക്ക് എന്തുകൊണ്ട് ഇത്ര പ്രതിഫലമുള്ളതായി എനിക്ക് മനസ്സിലാവും. എന്താ ഹംദ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ ഇഷ്ടത്തോടു കൂടി അവൻ്റെ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവനെ പുകഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യാം. സുബ്ഹാനല്ലാഹ് എന്നത് അവനിൽ ഇല്ല, അവനിൽ കുറവുകളോ ന്യൂനതകളോ ഇല്ല എന്ന് പരിശുദ്ധപ്പെടുത്തലാണെങ്കിൽ, തഹ്മീദ് എന്നത് അവനിലുള്ള വിശേഷണങ്ങൾ എടുത്തു പറയലാണ്. ഫുമേഖ്വ മനസ്സിലായെങ്കിൽ പറഞ്ഞേ, രണ്ട് തമ്മിൽ ബന്ധം എന്താണ്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നുള്ളത് മനസ്സിലായ പറഞ്ഞ? ഇല്ല. തസ്ബീഹ് എന്നത് അവൻ അതിക്രമമുള്ളവനല്ല, അവന് കുറവുകളുള്ളവനല്ല, ഉറക്കം ബാധിക്കുകയില്ല. ഇങ്ങനെ അവൻ ന്യൂനതകളെല്ലാം അവനിൽ നിന്ന് അവനെ പരിശുദ്ധപ്പെടുത്തലാണ്. ഹംദ് എന്നതാകട്ടെ അവനിൽ വിശേഷണങ്ങൾ സ്ഥിരപ്പെടുത്തലാണ്. അവൻ റഹ്മത്തുള്ളവനാണ്, അവൻ അറിവുള്ളവനാണ്, കേൾവിയുള്ളവനാണ്, കാഴ്ചയുള്ളവനാണ്, അവൻ റഫീഖാണ്, റഊഫാണ്, സലാം, മുഅ്മിൻ, മുഹൈമിൻ, അസീസ്, ജബ്ബാർ, മുതകബ്ബിർ, ഇങ്ങനെ വിശേഷണങ്ങളൊക്കെ ഉള്ളവനാണ്. ഒന്ന് പരിശുദ്ധപ്പെടുത്തലാണ്, ഒന്ന് വിശേഷണങ്ങൾ കൊണ്ട് പുകഴ്ത്തലാണ്. അതിനാണ് അറബിയിൽ പറയും അത്തഖ്ലിയതു സുമ്മ തഹ്ലിയതു, അത്തഖ്ലിയതു സുമ്മ തഹ്ലിയതു. തഖ്ലിയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധപ്പെടുത്തി. ഒരാൾ അവൻ്റെ അലങ്കാരത്തിൻ്റെ വസ്ത്രം ധരിക്കാൻ പോവാണ്, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ പോവാണ്. എന്താണ് ആദ്യം ചെയ്യുക? വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് വരുമ്പോൾ വേർപ്പൊക്കെ ഉണ്ട്, ചെളിയായിട്ടുണ്ട്, പൊടിയായിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തിയാൽ നേരെ ആ വസ്ത്രം എടുത്ത് അണിയുകയാണോ ചെയ്യുക? ഇല്ല. പിന്നെ അവലൻ അത്തഖ്ലിയ, ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം. സുമ്മ തഹ്ലിയ, പിന്നെയാണ് അലങ്കാരങ്ങൾ അണിയേണ്ടത്. ഇത് ദീനിൽ പലയിടത്തും കാണാം.
അതിൽപ്പെട്ടതാണ് ഷഹാദത്ത് കലിമ. അതിൽ ഇതേ ക്രമമാണുള്ളത്. അത്തഖ്ലിയ സുമ്മ തഹ്ലിയ. ആദ്യം ലാ ഇലാഹ, എല്ലാ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെയും നിഷേധിക്കുകയും ഹൃദയത്തിനടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുക. അവിടെ പരിശുദ്ധമായി ഇല്ലല്ലാഹ്, ആകാശഭൂമികളെ പടച്ചവനായ റബ്ബൊഴികെ. അതാണ് തഹ്ലിയ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് ഇത് രണ്ടും ഒരുമിക്കുന്നതാണ്. ആദ്യം തഖ്ലിയ സുമ്മ തഹ്ലിയ. അതാണ് അവിടെ അതിൻ്റെ ഭംഗി. സുബ്ഹാനല്ലാഹ്, ഒരു ചെറിയ ദിക്റിൻ്റെ ക്രമവും അതിൻ്റെ വൃത്തി എത്രയാണെന്ന് നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് മുൻഗാമികൾ ചിലർ ചോദിച്ചു, ഒരു മനുഷ്യൻ, ഇബ്നുൽ ജൗസി അദ്ദേഹം പറഞ്ഞേക്കണം, ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാറാണോ അധികരിപ്പിക്കേണ്ടത് അല്ല തസ്ബീഹാണോ അധികരിപ്പിക്കേണ്ടത്? അപ്പോൾ ചിലർ കൊടുത്ത മറുപടിയിൽ അവർ പറഞ്ഞു, വസ്ത്രം ധരിക്കുന്നതിന് മുൻപ് സാബൂനിട്ട് കുളിക്കണം വേണ്ടത്. തസ്ബീഹുകൾ ഇസ്തിഗ്ഫാറിന് ശേഷമാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? തിന്മകളിൽ മുഴുകിയ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം. കാരണം അവൻ ആദ്യം വൃത്തിയാക്കാനുണ്ട്. തസ്ബീഹ് അലങ്കാരമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള ദിക്റുകൾ. ഇതിൻ്റെ അർത്ഥം അത് തീരെ നിർത്തിവെക്കണമെന്നല്ല. പക്ഷെ ഇസ്തിഗ്ഫാർ തിന്മകളുള്ളവനെ സംബന്ധിച്ചിടത്തോളം ആദ്യം വൃത്തിയാവണം ഇസ്തിഗ്ഫാർ കൊണ്ട്. എന്നിട്ട് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തണം. ഇതാണ് തസ്ബീഹും തഹ്മീദും. അപ്പോൾ അവർ പറഞ്ഞു, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. നുഖദ്ദിസ്, തഖ്ദീസ് എന്നതിൽ നിന്നാണ് അത് വരുന്നത്. ചിലർ പറഞ്ഞു തസ്ബീഹും തഖ്ദീസും ഒരേ കാര്യമാണ്, രണ്ടും തന്നെയാണ്, പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളതാണ്. വേറെ ചിലർ പറഞ്ഞു ഇല്ല, തസ്ബീഹ് എന്നാൽ ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധപ്പെടുത്തലാണ്. തഖ്ദീസ് എന്നാൽ ശുദ്ധിയുടെ വിശേഷണങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറയലാണ്. അതാണ് തസ്ബീഹും തഖ്ദീസും. അള്ളാഹുവിൻ്റെ പേരുകളിൽപ്പെട്ടതാണ് ഏത്? അൽ ഖുദ്ദൂസ്. അൽ ഖുദ്ദൂസ്. അവർ പറഞ്ഞു തസ്ബീഹ് എന്നാൽ ന്യൂനതയുടെ വിശേഷണങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഇല്ല എന്ന് പറയലാണ്, നിഷേധിക്കലാണ്. തഖ്ദീസ് എന്നാൽ ശുദ്ധിയുടെ വിശേഷണങ്ങൾ അവനിലേക്ക് ചേർക്കലാണ്. ചിലർ പറഞ്ഞു തഖ്ദീസ് എന്നാൽ തത്ഹീറാണ്, പരിപൂർണ വൃത്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. അത് ഒരു വിശേഷണമാണ്. അവനിൽ ന്യൂനതയില്ല, അതോടൊപ്പം ശുദ്ധി എല്ലാ അർത്ഥത്തിലുമുണ്ട്. ഈ പറഞ്ഞ വിശേഷണം രണ്ടിലുമുണ്ട്, രണ്ടിനെയും കൂടി ഒരുമിപ്പിക്കുന്നതാണ്. തസ്ബീഹിനെയും തഹ്മീദിനെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളായി അവനിലേക്ക് ചേർത്തി പറയുന്ന കാര്യങ്ങൾ അവയെല്ലാം എന്താണ്? പരിശുദ്ധിയുള്ളതാണ്. പരിശുദ്ധി ഇല്ലാത്ത വിശേഷണങ്ങൾ അവനിലില്ല. രണ്ടിനെയും ചേർത്ത് വെക്കുന്നതാണ്. ചിലരതിന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം അതിന് ഉദാഹരണമായി പറഞ്ഞ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ നഖിന മിൻ ഖതായാന കമാ യുനഖ അസ്സൗബുൽ അബ്യദ് മിൻ അദ്ദനസ് അല്ലാഹുമ്മ ഗ്സിൽ ഖതായാന ബിൽമാഇ വസ്സൽജി വൽബറദ്. ആദ്യം വൃത്തിയാക്കാൻ പറഞ്ഞു, പിന്നീട് കഴുകാൻ പറഞ്ഞു. ഇത് രണ്ടും അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം, ഒരു നജസുണ്ട്, അത് തുടച്ചു കളഞ്ഞാൽ വൃത്തിയായി. അതിനുമേൽ അത് കഴുകുക കൂടി ചെയ്താലോ അതിൻ്റെ യാതൊരു അടയാളവും ബാക്കിയില്ലാത്ത വിധത്തിൽ വൃത്തി, ശുദ്ധി അവിടേക്ക് വരികയും ചെയ്തു. ഇതാണ് തസ്ബീഹും തഖ്ദീസും തമ്മിലുള്ള വേർതിരിവായി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വിവരിച്ചത്. നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. അതിൻ്റെ തഫ്സീറാണ് നമ്മളവിടെ പറഞ്ഞത്. വനുമജ്ജിദുക ബികുല്ലി സിഫാത്തിൽ കമാലി വൽ ജലാൽ. വനുമജ്ജിദുക, നിന്നെ ഞങ്ങൾ, നുമജ്ജിദുക മഹത്വം കൊണ്ട് വാഴ്ത്തുന്നു. തബ്ജീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തുന്നതിനാണ് പറയുന്നത്. ബികുല്ലി സിഫാത്തിൽ കമാലി വൽ ജലാൽ, എല്ലാ പൂർണ്ണതയുടെയും മഹത്വത്തിൻ്റെയും വിശേഷണങ്ങൾ കൊണ്ട് നിൻ്റെ മഹത്വം ഞങ്ങൾ വാഴ്ത്തുന്നു. തഫ്സീറിന് വായിച്ചാട്ടെ എന്നത്. ഖാല അല്ലാഹു ലഹും, അള്ളാഹു അവരോട് പറഞ്ഞു, ഇന്നി അഅലമു, ഞാൻ അറിയുന്നു, മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത്. എന്തറിയാത്തത്? മിനൽ മസ്ലഹത്തി റാജിഹ,
മസ്ലഹത്ത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് മസ്ലഹത്തുൻ, അല്ലെങ്കിൽ മൂന്ന് രൂപത്തിലാണ്. മസ്ലഹ ഇൻഷാ അല്ലാഹ് റസൂൽ ഫിഖിൽ വരുന്നത്. മസ്ലഹത്ത് മൂന്ന് രൂപത്തിൽ. ഒന്ന് മസ്ലഹത്തുൻ ഖാലിസ, പരിശുദ്ധമായ മസ്ലഹത്ത്. അതിൽ യാതൊരു വിധത്തിലുള്ള മഫ്സദയുമില്ല, ഒരു ഉപദ്രവവുമില്ല. എല്ലാ അർത്ഥത്തിലും അത് മസ്ലഹത്ത് മാത്രമാണ്, എല്ലാ അർത്ഥത്തിലും നന്മ മാത്രമാണ്. ദുനിയാവിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ടോ എന്നതിൽ പണ്ഡിതന്മാർക്ക് അപ്രത്യാസമുണ്ട്. ചിലർ പറഞ്ഞ അങ്ങനെ വസ്തുവില്ല ദുനിയാവിൽ. പരിപൂർണമായി എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും പരിശുദ്ധമെന്ന് പറയാവുന്ന ഒന്നും ദുനിയാവിലില്ല. ദുനിയാവിൽ എന്ത് വസ്തു ഉണ്ടോ അതിനൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കും. മസ്ലഹ ഖാലിസ. ചിലർ പറഞ്ഞില്ല തൗഹീദുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞില്ല തൗഹീദാണെങ്കിലും ദുനിയാവിൽ അത് പാലിച്ചാൽ ചിലപ്പോൾ അവന് പ്രയാസം നേരിടേണ്ടി വരും, നാട്ടുകാരിന്ന് ചീത്ത വെക്കേണ്ടി വരുമ്പോൾ ആൾക്കാർ ബുദ്ധിമുട്ട്. പരിപൂർണമായി ഒരു പ്രയാസവും ബാധിക്കാത്ത ഒരു നന്മ എന്ന് പറയുന്ന കാര്യം ദുനിയാവിലില്ല. മസ്ലഹത്തുൽ ഖാലിസ ദുനിയാവിലില്ല. ദുനിയാവെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ പടപ്പിലില്ല. അള്ളാഹിനെ കുറിച്ചല്ല ഞാൻ പറയും. രണ്ടാമത്തേത് മസ്ലഹത്തുൻ റാജിഹ, ഭൂരിപക്ഷവും നന്മയാകുന്ന കാര്യങ്ങൾ. തൗഹീദ് സംശയമില്ല. തൗഹീദിന്റെ കാര്യത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു. നിസ്കാരം, എന്താ നിസ്കാരം മസ്ലഹ റാജിഹ എന്ന് പറയാൻ കാരണം ചിലപ്പോൾ ചില പ്രയാസങ്ങളുണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഒരാൾക്ക് തലവേദന ഉണ്ട്, നിസ്കരിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടായിരിക്കും, വേദന അനുഭവിക്കണം, പ്രയാസം അനുഭവിക്കണം, അസുഖബാധിതനാണ്, ക്ഷീണമുണ്ട്, ഉറക്കത്തിന് നിൽക്കണം, ടാബുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ചില പ്രയാസങ്ങളെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള നന്മകൾ ഇതിലുണ്ട്. ഇതിലുണ്ട്. നിസ്കാരത്തിലുണ്ട്, സക്കാത്തിലുണ്ട്. സക്കാത്തിൽ എന്താണ്? പണം വേറെ ആൾക്ക് സഹായിക്കാൻ കൊടുക്കുകയാണ്, പക്ഷെ നമ്മളെ പൈസ എടുത്തിട്ടാണ് ഈ കൊടുക്കുന്നത്. അതിലൊരു ചെറിയ മഫ്സദയുണ്ട്, നമ്മളെ പൈസ കുറയുന്നു എന്നുള്ളതാണത്. പക്ഷേ മറ്റൊരാൾക്ക് ഹൈർ ലഭിക്കുന്ന സക്കാത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. ഈ ചെറിയ പ്രയാസത്തെ കവച്ചു വെക്കുന്ന വിധത്തിലുള്ള പ്രയോജനങ്ങൾ അതിലുണ്ട്. അതിനാണ് മസ്ലഹത്തുൻ, സമയം കൂടിയാ അല്ല, മസ്ലഹത്തുൻ റാജിഹ എന്ന് പറയുക. പൊതുവെ എന്നല്ല, അള്ളാഹ് ദീനിൽ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ മസ്ലഹ റാജിഹാൻ. അതിലെ നന്മകൾ അതിലുള്ള പ്രയാസങ്ങളെക്കാൾ കൂടുതലായിരിക്കും. അല്ലാതെ ഒരു കാര്യം അള്ളാഹ് കൽപ്പിക്കില്ല. തിന്മയേക്കാൾ കൂടുതൽ നന്മയില്ലാത്ത ഒരു കാര്യം അള്ളാഹ് കൽപ്പിക്കുകയില്ല. മൂന്നാമത്തേത് മസ്ലഹത്തുൻ മർജൂഹ. മസ്ലഹത്തുണ്ട്, പക്ഷേ ആ മസ്ലഹത്ത് അതിലെ ഉപദ്രവങ്ങളെക്കാൾ കൂടുതലാണ്. അള്ളാഹ് ഖുർആനിൽ മദ്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ വയസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസ്. അവർ മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും ചോദിക്കുന്നു. അതിൽ ഇസ്ം കബീർ, വലിയ പാപമുണ്ട്. മനാഫിഉ ലിന്നാസ്, ജനങ്ങൾ ചിലർക്ക് ചില ഉപകാരങ്ങളുണ്ട്. എന്ത് ചില ഉപകാരം? ചില ആൾക്കാർ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കും, വലിയ പണക്കാരാകും, അതുപോലെ പലതും നടക്കും. ഇങ്ങനെ ചില ഉപകാരങ്ങൾ അതിലുണ്ട്. പക്ഷെ ആ ഉപകാരങ്ങളെ കവച്ചു വെക്കുന്ന ഉപദ്രവങ്ങൾ അതിലുണ്ട് എന്നതുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? സിദ്ധമാക്കിയിരിക്കുന്നു. മനസ്സിലായി പറഞ്ഞു? അപ്പം ഇതിലുള്ള ഈ ചെറിയ ഉപകാരം അതെന്താണ്? അതിനാണ് മസ്ലഹത്തുൻ മർജൂഹ എന്ന് പറയുക. അത് പരിഗണിക്കാവുന്നതല്ല. ചെറിയ ഉപകാരം. പലപ്പോഴും ഇന്നത്തെ കാലത്ത് ആളുകൾ ഹറാമുകളെ അനുവദിക്കാൻ കൊണ്ടുവരുന്ന ന്യായം ഇത്തരം മസ്ലഹത്തുകളാണ്. കള്ളുകൊണ്ട് നാട് നടന്നു പോകുന്ന റോഡൊക്കെ ആയില്ലേ? നമ്മുടെ നാട് ജീവിച്ചു പോകണമെങ്കിൽ കള്ളു വിറ്റിട്ടാണ് ജീവിക്കുന്നത്. അതല്ലെങ്കിൽ പലതും വ്യഭിചാരം, ഇങ്ങനെ പലതും. പലപ്പോഴും അതിലുള്ള മസ്ലഹത്തുൻ മർജൂഹ, എന്തെങ്കിലും ഒന്നോ രണ്ടോ ചില മേന്മകൾ, അങ്ങനെയല്ല ഒരു പ്രവൃത്തിയെ വിലയിരുത്തേണ്ടത്. പ്രവൃത്തിയെ വിലയിരുത്തേണ്ടത് മസ്ലഹത്തുൻ റാജിഹ. ഇതിന് നേരെ വിപരീതമായ മഫ്സദത്തും ഇതുപോലെ തന്നെയാണ്. മഫാസിദുകൾ ഇതുപോലെ തന്നെ. മഫ്സദ ഖാലിസ എന്ന് പറയാവുന്നൊരു കാര്യം ദുനിയാവിലില്ല. ചിലർ പറഞ്ഞില്ല ഷിർക്കുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ. ഒരു ഉപകാരവും ഇല്ലാത്തൊരു കാര്യം എന്ന് പറയാവുന്നത് ചിലർ പറഞ്ഞില്ല ഷിർക്കുണ്ട്. ചിലർ പറഞ്ഞില്ല ഷിർക്കിലാണെങ്കിലും ചിലപ്പോൾ ആളുകൾ പണം ഉണ്ടാക്കി. ഇങ്ങനെ നിങ്ങൾക്കറിയാലോ ഞാൻ പറയേണ്ട കാര്യം. രണ്ടാമത്തേത് മഫ്സദത്തുൻ
റാജിഹ, ഉപദ്രവമാണ് കൂടുതൽ, ചില ഉപകാരങ്ങൾ ഉണ്ടായേക്കാം. മദ്യം ഉദാഹരണമാണ്, പലിശ ഉദാഹരണമാണ്. 3 മഫ്സദത്തുൻ മർജൂഹ, പറയപ്പെടാത്ത ചില ഉപദ്രവങ്ങൾ അതിലുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ നന്മകളിൽ കണ്ടേക്കാവുന്ന ചില പ്രയാസങ്ങൾ. ഇവിടെ ഞാൻ ഈ പദം പറയാനാണ് ഇത്തിരി പറഞ്ഞത്. എന്താ അതിൽ പറഞ്ഞത്? മസ്ലഹ റാജിഹയുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ട്, ശരിയാണ്. പക്ഷേ നിങ്ങൾക്കറിയാത്ത അനേകം ഈ ഉപദ്രവങ്ങളെല്ലാം മറികടക്കാവുന്ന വിധത്തിലുള്ള നന്മകൾ അവരിലുണ്ട്. മിനൽ മസ്ലഹത്തി റാജിഹത്തി ഫി ഖൽഖിഹിം, അവരുടെ സൃഷ്ടിപ്പിൽ ധാരാളം മസ്ലഹത്തുകളുണ്ട്. എന്താണ് ഈ മസ്ലഹത്തുകൾ? ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് മനോഹരമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, അതിൽപ്പെട്ടതാണ് മനുഷ്യരെ പഠിച്ചതുകൊണ്ട് ഉണ്ടായ മഹത്തരമായ മസ്ലഹത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ നബിമാർ വന്നെത്തിയെന്ന്. ഇതിന്നുണ്ടായത് ആദമിൻ്റെ മക്കളിൽ നിന്ന് വന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇങ്ങനെ ഈ നബിമാരൊക്കെ വന്നത് ഇവരിൽ നിന്നാണ്. എന്തൊരു ചരിത്രമാണ് അവരെല്ലാം മുന്നിൽ വെച്ചത്! എത്ര വലിയ ത്യാഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും! അവരൊക്കെ ഉണ്ടായത് ആദമിനെ പഠിച്ചത് കൊണ്ടാണ്. നബിമാരിൽ കഴിഞ്ഞോ ഇല്ല, ഉലിയാക്കന്മാരുണ്ട്, സിദ്ദീഖുകളുണ്ട്. അബൂബക്കറിനെ സിദ്ദീഖിനെ പോലെ നബിമാർക്ക് ശേഷം അതുപോലെ ഒരു മനുഷ്യനെ ഒരാളും കണ്ടിട്ടില്ല, അബൂബക്കറിനെ സിദ്ദീഖിനെ പോലെ. ഉമർ ഇബ്നുൽ ഖത്താബ് വന്നിട്ടുണ്ട്. ചില കവികൾ പറഞ്ഞതുപോലെ, പിന്നെ വലൗല അസറു നൂരി ലഖുൽന അൻത ഖയാൽ, ഉമറിനെ കുറിച്ച് പറഞ്ഞാണത്. ഹദീസുകളുടെ തെളിവുകളും ദീനിൽ വന്ന ഈ പറഞ്ഞ പരമ്പരകളും ഒക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നു അൻത ഖയാൽ, ഒരു ഭാവന മാത്രമാണ് ഉമർ എന്ന് പറയുമായിരുന്നു. ആൾക്കാർ ഭാവനയിൽ ഉണ്ടാക്കിയ മനുഷ്യനാണ് എന്ന് പറയരുത്. അങ്ങനെ അത്ഭുതപ്പെടുത്തിയ ഉമർ വന്നിട്ടുണ്ട്. ഉസ്മാൻ, ദുന്നൂറൈൻ, അലി ഇബ്നു അബി താലിബ്, അൽ ഹൈദർ, ഇവരൊക്കെ എങ്ങനെ വന്നതാണ്? ആദമിൻ്റെ മക്കളാണ്. സഹാബികൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ, ഇന്നും മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ ഉലിയാക്കന്മാർ, നന്മകൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന ആൾക്കാർ. ഇതൊക്കെ ഇതുകൊണ്ടുണ്ടായതാണ്. കഴിഞ്ഞോ ഇല്ല, അള്ളാഹുവിൻ്റെ ഹിസ്ബുല്ലാഹ്, ഇന്നത്തെ കാലത്ത് ഹിസ്ബുല്ലാ, അള്ളാഹുവിൻ്റെ ഹിസ്ബ്, അള്ളാഹുവിൻ്റെ സൈന്യം, അള്ളാഹുവിൻ്റെ പാർട്ടി. ലബനാനിലുള്ള ഹിസ്ബുല്ല അല്ല, ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറഞ്ഞു. ഖുർആനിൽ വന്നത് ഹിസ്ബുല്ലാ, അള്ളാഹുവിൻ്റെ കക്ഷി. ഹിസ്ബു ഷെയ്ത്താൻ, ഷെയ്ത്താൻ്റെ കക്ഷി. ഇങ്ങനെ 2 വിഭാഗങ്ങൾ ഉണ്ടായത്, അവർക്കിടയിലെ പോരാട്ടങ്ങൾ ഉണ്ടായത്, പരീക്ഷണങ്ങളുടെ ചരിത്രങ്ങൾ ഉണ്ടായത്, അവസാനം വിജയത്തിൻ്റെ ദിനങ്ങൾ വന്നെത്തിയത്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ പോലെ വസുൽസിലു, അവർ പിടിച്ചു കുലുക്കപ്പെട്ടു. അങ്ങനെയുള്ള ചരിത്രങ്ങളുണ്ട്. എന്തുകൊണ്ട്? ആദമിനെ പഠിച്ചതുകൊണ്ടാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ അനേകം സിഫാത്തുകൾ പ്രകടമായത് ഇവരിലാണ്, ഈ കാണുന്ന സൃഷ്ടികളിലാണ്. എങ്ങനെ? അവരിൽ നന്മകൾ ചെയ്തവർ അള്ളാഹു സഹായിച്ചു, അവർക്ക് വലിയ പ്രതിഫലം നൽകി. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അള്ളാഹു അവരോട് കാരുണ്യം കാണിച്ചു. അതിക്രമങ്ങൾ പ്രവർത്തിച്ചവരവൻ ശിക്ഷിച്ചു. ഇസ്തിഗ്ഫാർ, പാപങ്ങൾ പുറത്തു നൽകാൻ വേണ്ടി രാത്രിയുടെ ഇരുളുകളിൽ എത്രയോ മനുഷ്യർ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി. അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു. അവൻ ആകാശത്തിൻ്റെ 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞു, മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. മനുഷ്യരെ പഠിച്ചുകൊണ്ടല്ലേ ഇതുണ്ടായത്. ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ ഉത്തരം കൊടുക്കാം. ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ തേടാൻ, ഞാൻ പാപം പുറത്തു കൊടുക്കാം. മൻ യസ്അലുനി ഫഅഉതിയ, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ ചോദിച്ചത് കൊടുക്കാം. ഇതൊക്കെ അള്ളാഹു പറഞ്ഞത് എന്തുകൊണ്ടാണ്? മനുഷ്യരെ പഠിച്ചതുകൊണ്ടാണ്. നിങ്ങൾക്ക് അറിയാത്ത ധാരാളം മസാലിഹുകൾ, ഖൈറുകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ പ്രകടമായി. ആയത്തുകൾ 2 രൂപത്തിലുണ്ട്. ആയാത്തുൻ കൗനിയ, പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ പ്രകടമായി. അതുപോലെ തന്നെ ആയാത്തുൻ ശർഇയ്യ, ഈ മഹത്തരമായ ദീൻ അള്ളാഹു അവതരിപ്പിച്ചു. ഇതെന്തുകൊണ്ട് വന്നാണ്? മലക്കുകൾ അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്. തിന്മകളുടെ പ്രശ്നം അവർക്ക് വരാനില്ല. പക്ഷെ അള്ളാഹ് ദീൻ അവതരിപ്പിച്ചു. ഇസ്ലാം എന്ന മനോഹരമായ ദീൻ വന്നു.
ഹജ്ജത്തുൽ വദാഇൽ അല്ലാഹുവിൻ്റെ റസൂൽ ആയത്ത് അവതരിച്ച യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. യഹൂദർ വന്ന് പറഞ്ഞു, ആ ആയത്തെങ്ങാൻ ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നെങ്കിൽ അന്ന് ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു. എന്തുകൊണ്ട് വന്നതാണ്? ഒക്കെ മനുഷ്യരെ പഠിച്ചതുകൊണ്ടാണ്. ഇസ്ലാം വന്നു, ഖുർആൻ അവതരിച്ചു, അള്ളാഹിൻ്റെ കലാം നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അള്ളാഹു മനുഷ്യരെ പഠിച്ചതുകൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ചിലർ ഈ ആയത്തിൻ്റെ തഫ്സീർ പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നതിൻ്റെ തഫ്സീർ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പറയുന്നു നിങ്ങൾ തസ്ബീഹ് നടത്തുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്നൊക്കെയല്ലേ. എന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിലല്ലാതെ നിങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരുത്തനുണ്ട്, അവനെക്കുറിച്ച് എനിക്കറിയാം, അവൻ ഇബ്ലീസാണ്. ഇനി അലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അതായത് നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരുത്തനുണ്ട്, ഇബ്ലീസ്. അവൻ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയല്ല എന്നെനിക്കറിയാം. അത് പ്രകടമാകാൻ ആദമിൻ്റെ പടപ്പാണ് ആവശ്യമായി വന്നത്. അതുകൊണ്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ പുറത്തേക്ക് ആടിയത്. പിന്നെ അവന് മലക്കുകളുടെ ഇടയിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. അതായത് ഇങ്ങനെ പല മുസാലിഹകൾ അതിലുണ്ട്. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ സംസാരം അള്ളാഹു സംസാരിക്കുന്നതാണ് എന്നതിന് ഈ ആയത്ത് തെളിവാണ്. എങ്ങനെ തെളിവ്? വഇദ് ഖാല റബ്ബുക ലിൽ മലാഇക, ഖാല പറഞ്ഞു എന്നാണ്. അപ്പോൾ അള്ളാഹു അവൻ ഖൗൽ സംസാരം അവൻ്റെ വിശേഷണമാണ്. മാത്രമല്ല ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞു, വെറുതെ സംസാരം മാത്രം പോരാ, മറിച്ച് അഹ്ലുസുന്നത്തിൻ്റെ മദ്ഹബ് ഈ പറഞ്ഞത് സ്ഥിരപ്പെടുന്നുണ്ട്. ഇസ്ബാത്തുൽ ഖൗലി വഅന്നഹു ബിഹർഫിൻ വസൗത്ത്, അള്ളാഹുവിൻ്റെ സംസാരം സ്ഥിരപ്പെടുന്നു എന്നതിനോടൊപ്പം അത് ഹർഫോട് കൂടിയാണ്, അക്ഷരങ്ങളുണ്ട്. പല ബിദ്അത്തിൻ്റെ കക്ഷികളും അള്ളാഹിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു അത് മഅനൻ ഖായിമുൻ ബിനഫ്സി, അള്ളാഹുവിനോടൊപ്പം നിലകൊള്ളുന്ന ഒരു വിശേഷണമാണ്. ആ വിശേഷണം അവൻ സംസാരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെ അത് പുറത്തേക്ക് അവൻ പടച്ചിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അത് ജിബ്രീൽ കണ്ടിട്ട് അതിൽ നിന്ന് പകർത്തി എഴുതും. ചില ആളുകൾ പറഞ്ഞു ഇൻഷാ അല്ലാഹ് അഖീദ അസ്മാ സിഫാത്ത് വരിക്കുമ്പോൾ നമുക്കത് പറയാനുണ്ട്. ചില ആൾക്കാർ പറഞ്ഞെന്താ സുബ്ഹാനല്ലാഹ്, അവർ പറഞ്ഞു അതിൽ നിന്ന് ജിബ്രീൽ ഉണ്ടാക്കിയ വാക്കുകളാണ് ഖുർആനിലെ വാക്കുകൾ, വാക്കെല്ലാം ജിബ്രീലിൻ്റേതാണ്, ആശയം അള്ളാഹുവിൽ നിന്ന് കിട്ടിയതാണ്. നഊദു ബില്ലാഹ്. ഇതെല്ലാം അള്ളാഹു സംസാരിക്കും. അതുപോലെ അത് ശബ്ദമുള്ള സംസാരമാണ്. ഇതെല്ലാം പറഞ്ഞതിൽ നിന്ന്, കാരണം അള്ളാഹ് ഖൗൽ എന്ന് അതിന് മാത്രമേ പറയുള്ളൂ. ഖാല പറഞ്ഞു എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയുള്ളൂ, അല്ലാതെ മനസ്സിൽ പറയുന്നതിന് ഒരിക്കലും ഖാല എന്ന് പറയില്ല. അതുപോലെ തന്നെ ചിലർ പറഞ്ഞു ഈ ആയത്തിൽ ഒരു പാഠമുള്ളത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിലുള്ള നന്മകൾ ചില സന്ദർഭത്തിൽ എടുത്തു പറയാം. എവിടെ അത് മനസ്സിലാവും? എൻ്റെ പക്കലുള്ള നന്മ എനിക്ക് ചിലപ്പോൾ എടുത്തു പറയാം. മലക്കുകൾ പറഞ്ഞു നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. അപ്പോൾ ഒരു സന്ദർഭം ആവശ്യമാണെങ്കിൽ നന്മകൾ എടുത്തു പറയാൻ അനുവാദമുണ്ട്. ഏത് അർത്ഥത്തിലാവാൻ പാടില്ല, ഫഖറിൻ്റെയോ സ്വന്തം മദ്ഹ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലോ ആകാൻ പാടില്ല, അതല്ലാതെ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇങ്ങനെ പല ഉദാഹരണങ്ങൾ അതിനുണ്ട്. അതെങ്ങനെ ആവാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരാൾ പിന്നെ ഒരു വിജ്ഞാനം പഠിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ അയാൾ പറയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ അയാൾ പറയും എനിക്കതറിയാം. അത് നീ ഒരിക്കലും പറയുന്നത് നിൻ്റെ പുകഴ്ത്താൻ വേണ്ടിയല്ല, മറിച്ച് അയാൾ അന്വേഷിക്കാൻ, അയാൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിനക്കത് പറയാം. ഇത്തരം ചില പാഠങ്ങൾ ഈ ആയത്തിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, അയ്യുൽ കലാമി അഫ്ദൽ, സംസാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സംസാരം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്തഫല്ലാഹു ലിമലായികതിഹി ഔ ലിഇബാദിഹി, അള്ളാഹു അവൻ്റെ മലക്കുകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് നൽകിയ അല്ലെങ്കിൽ അവൻ്റെ അടിമകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് നൽകിയ വാക്കാണ്. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി,
ആ വാക്കാണ്. ഈ വാക്ക് വളരെ മഹത്തരമാണ്. മലക്കുകൾ അവരുടെ അമലായി ആദ്യം എടുത്തു പറഞ്ഞതാണ്. ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, തഹ്മീദ് ചെയ്യുന്നുണ്ട്. ഈ വാക്ക് അധികരിപ്പിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ അതിലുണ്ട്. هذا والله تعالى أعلم بالصواب. صلى الله وسلم بارك على نبينا محمد وعلى آله وصحبه وسلم.